ഒരു കരിയർ ജീവിതത്തിനെ പറ്റിയും കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന കോഴ്സുകളെ പറ്റിയും തൊഴിലിടങ്ങളിലെ വിവിധ ആശയങ്ങളെ പറ്റിയും സംവാദിക്കുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഓഫർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. ഇന്നാകട്ടെ നമുക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ പുറത്തു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാകട്ടെ. സാധാരണ നമ്മളൊരു ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ പല കാരണങ്ങളുണ്ടാവും. നമ്മളായിട്ട് ചിലപ്പം തീരുമാനിക്കുന്നതാവും, ചിലപ്പം സ്ഥാപനം നമ്മളോട് പുറത്തു പോകാനായിട്ടും പറയാം. പക്ഷെ നമ്മൾ പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അതിനുള്ള റീസൺസ് പലതാണ്. ഇപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ ഈ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥാപനത്തിൽ തന്നെ 30 വർഷവും 35 വർഷവും ഒക്കെ ജോലി ചെയ്യുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കാലഘട്ടം വരെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും നമ്മളൊരു ഗവൺമെൻറ് സർവീസിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അതിലൊരു റിട്ടയർമെൻറ്റ് ഏജ് വരെ നമുക്ക് ആ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലും ഒരു കോർപ്പറേറ്റ് മേഖലയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ നമുക്കൊരു ടാറ്റയിലോ ബിർളയിലോ ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ 30-35 വർഷമൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ജോലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണവും കിട്ടുന്ന അവസരങ്ങൾക്കനുസരിച്ചും ആൾക്കാരെ സ്ഥാപനങ്ങൾ മാറുന്നു. മിനിമം എത്ര കാലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു മിനിമം ഇയർ സ്റ്റാൻഡേർഡൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്നൊരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫാക്ടർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മളായിട്ട് പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ പലതും ആയിരിക്കാം. ചിലപ്പോൾ മറ്റൊരു നല്ലൊരു കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ സാലറി വൈസ് ഒരു ഫിനാൻഷ്യൽ കമ്പോണൻറ്റ് കൂടുതലായിട്ടുള്ളൊരു ഓഫർ കിട്ടിയതായിരിക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ഒരു ഫ്രസ്ട്രേഷനും ഒരു ജോലിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയൊക്കെ കാരണം പുറത്തു പോകാനായിട്ട് തീരുമാനിക്കും. ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ പുറത്തു പോകാനായിട്ട് തീരുമാനിക്കും. സ്വന്തം കുടുംബവും ജോലിയുമായിട്ട് ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു വർക്ക് ലൈഫ് ഇംബാലൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥാപനം വിടാനായിട്ട് തീരുമാനിക്കും. ഇനി ഇതൊന്നുമല്ല, ഒരു സ്ഥാപനത്തിൽ തന്നെ കുറേ കാലം ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സ്റ്റാഗ്നേഷൻ വന്ന് ഒരു ബോർഡം വന്നാലും ചിലപ്പോൾ ആ ഒരു സ്ഥാപനം വിടാനായിട്ട് നമ്മൾ തീരുമാനിച്ചേക്കാം. അങ്ങനെ നമ്മളായിട്ടൊരു സ്ഥാപനം വോളണ്ടറി ആയിട്ട് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടുന്ന് പുറത്തു പോകാനായിട്ട് നമ്മൾ ആ സ്ഥാപനത്തിനെ ഇൻഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാറുണ്ട്, റെസിഗ്നേഷൻ മാത്രമേ പുറത്തു പോകാനുള്ള വഴിയുള്ളൂ എന്ന്. പല രീതിയിൽ സ്ഥാപനത്തിൽ നിന്ന് ആൾക്കാർ പുറത്തു പോകാറുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി അനുസരിച്ച് അതിനുള്ള റിട്ടയർമെൻറ്റ് ഏജ് വരെ ആ ജോലി ചെയ്ത് ആ സ്ഥാപനത്തിൽ വർഷങ്ങളോളം സെർവ് ചെയ്ത് ആ പോളിസി അനുസരിച്ചുള്ള ഏജ് കംപ്ലീറ്റ് ആകുമ്പോൾ പുറത്തു പോകുന്നതിനാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വോളണ്ടറി ആയിട്ട് പുറത്തു പോകുന്നതിനാണ് റെസിഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം കാരണമോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കാരണം ആ സ്ഥാപനത്തിന് എന്തെങ്കിലും കുഴപ്പം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം നമ്മളെ ചിലപ്പോൾ പുറത്താക്കിയേക്കാം. അതിനെ നമ്മൾ ടെർമിനേഷനെന്നോ ഡിസ്മിസലെന്നോ ഒക്കെ ചിലപ്പോൾ വിളിക്കും. ഇനി ഇതൊക്കെ മാത്രമേ ഉള്ളൂ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചില വാക്കുകൾ നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ജോലി സ്ഥലത്തെ നിയമങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ലേബർ ലോസാണ്. ഒരുപാട് ലേബർ ലോസ് ഉണ്ട്. അതിൽ ചില ലേബർ ലോസുകളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് കരിയർ ബിൽഡറിൻ്റെ വരുന്ന എപ്പിസോഡുകളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ലേബർ ലോ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ റിട്ടയർമെൻറ്റും റെസിഗ്നേഷനും ടെർമിനേഷനൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന് അവരുടെ ഒരു റൈറ്റ് സൈസിങ്ങിൻ്റെ ഭാഗമായിട്ട്, അത് ചിലപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കാം. അതായത് എക്സ്പെൻസ് വളരെ കൂടുതലാണ്, കോസ്റ്റ് വളരെ കൂടുതലാണ്, സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ വർക്ക് ഫോഴ്സിനെ കുറയ്ക്കാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെടുക്കുന്നൊരു തീരുമാനത്തിന് പറയുന്ന പേരാണ് റിട്രെഞ്ച്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ആ റിട്രെഞ്ച്മെൻറ്റ് പ്രോസസ്സ് ചിലപ്പോൾ നമ്മുടെ സ്വഭാവ ദൂഷ്യം കാരണം ആയിരിക്കില്ല, പക്ഷേ സ്ഥാപനത്തിന് റൈറ്റ് സൈസ് ചെയ്യാനുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളോട് പുറത്തു പോകാനായിട്ട് പറയും. പുറത്തു പോകാനായിട്ട് പറയുമ്പോഴത്തേക്ക് ലേബർ ലോയിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റുകളെല്ലാം ആ എംപ്ലോയിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആ എംപ്ലോയി പുറത്തു പോവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു ലോ ഉണ്ട്. നമ്മൾ ഈ ഒരു റിട്രെഞ്ച്മെൻറ്റ് കാരണം ഒരു എംപ്ലോയി പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് കം ലാസ്റ്റ് ഗോ, ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്നാണ്. അതായത് ആ സ്ഥാപനത്തിൽ ദീർഘകാലം ജോലി ചെയ്ത ആളായിരിക്കണം ഏറ്റവും അവസാനം പുറത്തു പോകേണ്ടതെന്നും, ആദ്യം വന്ന ആൾ അവസാനം പോവുകയും ഏറ്റവും ഫ്രഷായിട്ട് വന്ന ആൾ ഇങ്ങനെ ഒരു റിട്രെഞ്ച്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം പുറത്തു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫസ്റ്റ് കം ലാസ്റ്റ് ഗോ, ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ സ്ഥാപനത്തിന് റൈറ്റ് സൈസ് ചെയ്ത്
അതിന് ഫിനാൻഷ്യൽ ഗ്രോത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുറത്തു പോയ എംപ്ലോയീസിനെ തിരിച്ചെടുക്കാനുള്ള ഒരു പ്രാധാന്യം, ഒരു മുൻഗണന കൊടുക്കണമെന്നും ലേബർ ലോ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയിയെ തിരിച്ചെടുക്കാനായിരിക്കണം ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും റിട്രെഞ്ച്മെൻറ്റിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റെസിഗ്നേഷനും റിട്ടയർമെൻറ്റും ടെർമിനേഷനും അല്ലാതെ റിട്രെഞ്ച്മെൻറ്റ് എന്താണെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതല്ലാതെ നിങ്ങൾ ലേ ഓഫ് എന്നൊരു വാക്കും കേട്ട് കാണും. ഇപ്പോൾ ഈ ലേ ഓഫ് എന്നുള്ള വാക്ക് പലരും പല രീതിയിലാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അനുസരിച്ച് സെക്ഷൻ 2KKK അതനുസരിച്ച് ലേ ഓഫിനെ പറ്റി പറയുന്നുണ്ട്. ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. പക്ഷേ അതിന് എംപ്ലോയറെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എംപ്ലോയർക്ക് നിങ്ങൾക്ക് ജോലി തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജോലി തരാൻ പറ്റാത്ത ചിലപ്പോൾ അവസ്ഥ ഉണ്ടായേക്കാം. അതായത് ചിലപ്പോൾ ജോലി ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് കിട്ടാനില്ല, അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളില്ല, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു, ഒരു വാർ വന്നു, അങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ള കാരണമാകട്ടെ ഈ എംപ്ലോയിയുടെയും കയ്യിലുള്ളതല്ല, മറ്റ് പുറത്തുനിന്നുള്ള കാരണങ്ങൾ കാരണം സ്ഥാപനം അടച്ചിടേണ്ടി വരും. അതിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ലേ ഓഫ് കൂടുതലും ടെമ്പററി ആണ്. അപ്പോൾ നാളെ ആ ഒരു സാഹചര്യം മാറി വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്ഥാപനം തുറക്കുകയും നമുക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ പുറത്തു പോകുന്നുണ്ടെങ്കിലും നമ്മൾ വോളണ്ടറി ആയിട്ട് റിസൈൻ ചെയ്ത് പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലായിരിക്കണം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് വോളണ്ടറിയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിലെപ്പോഴും പറയാറുണ്ട്, നമ്മൾ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ എക്സിറ്റ് വിത്ത് ജെൻറ്റിൽനെസ്, എക്സിറ്റ് വിത്ത് എ പ്ലാൻ എന്ന് പറയാറുണ്ട്. അതായത് എന്ത് കാരണം കൊണ്ട് നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുകയാണെങ്കിലും പുറത്തു പോകുമ്പോൾ മാന്യമായിട്ട് പുറത്തു പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനാണ് എക്സിറ്റ് വിത്ത് ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എക്സിറ്റ് വിത്ത് പ്ലാൻ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ നമ്മൾ നിലവിലുള്ള ഒരു സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് പുറത്തു പോകരുത്. അടുത്തൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊന്നൊരു സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ മനസ്സിൽ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനാദ്യം വേണ്ടത് ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടാണ്. എന്തിന് റിസൈൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ റിസൈൻ, ഞാൻ പറഞ്ഞു കയ്യിലൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഇല്ലാതെ റിസൈൻ ചെയ്തിരുന്നു. ക്ലാരിറ്റി ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ഓഫർ ലെറ്റർ കയ്യിലുണ്ടോ, ആ ഓഫർ കിട്ടിയ ഓഫർ ഇപ്പം നിലവിലുള്ള ജോലിയേക്കാളും നല്ലതാണോ, ആ ജോലി ആയിക്കോട്ടെ സ്ഥാപനമായിക്കോട്ടെ അത് ഇതിനുള്ളതിനേക്കാളും നല്ലതാണോ, ഇനി ജോലിയല്ല നമ്മളൊരു ബിസിനസ് തുടങ്ങാനാണ് പ്ലാനെങ്കിൽ ആ ബിസിനസ്സിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ പദ്ധതിയുണ്ടോ, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള മറ്റ് റിസോഴ്സ് സപ്പോർട്ടുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു ചിന്ത ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ലാരിറ്റി ഓഫ് തോട്ട് ബിഫോർ പുട്ടിങ് റെസിഗ്നേഷൻ എന്ന് പറയും നമ്മൾ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ജോലി ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കണം. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാളുമുള്ള വളർച്ച അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് നമുക്ക് അതുകൊണ്ട് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, ഒരു കരിയർ ഗ്രോത്ത്, അതായത് നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും വളരാനുമുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. മൂന്നാമത്തത് ഓഫ് കോഴ്സ് നമുക്ക് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളും അവിടെ ഉണ്ടോ എന്നുള്ളതും നോക്കണം. അപ്പം ആ ഒരു കരിയർ ഗ്രോത്ത് എലിമെൻറ്റിനെ പറ്റിയുള്ള ചിന്തയായിരിക്കണം രണ്ടാമത് നമ്മളൊരു റെസിഗ്നേഷൻ, പുതിയൊരു ഓഫർ കിട്ടി ഇവിടെ നിന്ന് റെസിഗ്നേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത്. മൂന്നാമത്തേത്, നമ്മൾ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ സ്ഥാപനത്തിന് ഒരു ടൈം ലൈൻ ഉണ്ട്. ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിനും നമ്മളെപ്പോഴും പറയുമ്പോൾ എംപ്ലോയറെയാണ് കൂടുതൽ ആൾക്കാരും കുറ്റപ്പെടുത്താറുള്ളത്. അവർ ആ എംപ്ലോയീസിനെ പിന്നെ പറഞ്ഞു വിടുന്നു, ദ്രോഹിക്കുന്നു എന്നൊക്കെ. പക്ഷേ പല എംപ്ലോയീസും എന്നോട് പറയാറുണ്ട്, ബിസിനസ് നടത്തുന്ന ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് ക്ലയൻസിൽ നിന്ന് പ്രോജക്റ്റുകൾ പിടിച്ചുകൊണ്ട് വരികയും എന്നിട്ട് നല്ല റിസോഴ്സുകളെ ഒരുപാട് പൈസ ചിലവാക്കി റിക്രൂട്ട് ചെയ്ത് ശമ്പളമൊക്കെ കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് യാതൊരു ട്രസ്റ്റും കാണിക്കാതെ ജോലി ഇട്ടിട്ട് പോകാറുണ്ടത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വലിയ വലിയ പ്രോജക്റ്റുകളെയാണ് അഫക്റ്റ് ചെയ്യുന്നതും അത് എംപ്ലോയറെ മാനേജ്മെൻറ്റിനെയൊക്കെ സീരിയസ്ലി അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. അതിനെ നമ്മൾ നോട്ടീസ് പീരീഡ് എന്ന് വിളിക്കും. ഈ നോട്ടീസ് പീരീഡ് പലരും ശ്രദ്ധിക്കാറില്ല. ഇത് സാധാരണ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഒരു ക്ലോസ് ആയിട്ട് തരാറുണ്ട് നോട്ടീസ് പീരീഡ്. അത് പല സ്ഥാപനങ്ങളിലും പല രീതിയിലായിരിക്കും. ചിലർക്ക് 3 മാസത്തെ നോട്ടീസ് പീരീഡ് ആയിരിക്കും, ചിലർക്ക് 2 മാസമായിരിക്കും, ചിലർക്ക് 1 മാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ റെസിഗ്നേഷൻ ഇട്ട ഡേറ്റ് മുതൽ അവർ പറഞ്ഞിട്ടുള്ള നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 1 മാസമാണെങ്കിൽ ഇട്ട ഡേറ്റ് മുതൽ 1 മാസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 3 മാസം. ഇതിൽ എങ്ങനെ മാറ്റം വരുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ എന്നോട്, ഞാൻ തന്നെ പലയിടത്തും ജോലി ചെയ്യുമ്പോൾ എന്നോട് പല എംപ്ലോയീസും വന്ന് റിസൈൻ ചെയ്തിട്ട് പറയുകയാണ്, സാറേ ഞാൻ പോവുകയാണ്, നാളെ മുതൽ ഞാൻ കാണില്ല. അങ്ങനെ നാളെ മുതൽ കാണില്ല എന്ന് പറയുന്നതൊരു പ്രൊഫഷണൽ നേച്ചറേ അല്ല. അത് 2 പേർക്കും കരിയറിൽ മുമ്പോട്ട് പോകാനായിട്ട് പ്രശ്നം ഉണ്ടാകും. 2 പേരെന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനും പ്രശ്നം ഉണ്ടാകും, ഈ പുറത്ത് പോകുന്ന പെട്ടെന്ന് ഇട്ടിട്ട് പുറത്ത് പോകുന്ന എംപ്ലോയിക്കും അത് പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകണം എന്നുള്ളത് മാനേജ്മെൻറ്റിനോട് അറിയിക്കുകയും
മാനേജ്മെൻറ്റ് അതിന് എഗ്രി ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നോട്ടീസ് പീരീഡ് അതിന് ബാധകമല്ല. രണ്ടുപേരും കൂടെ ഒരു കൺസെൻസസ് ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തു പോവുകയാണ്. അവിടെ വേറെ ബാധ്യതകൾ ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തേത് എംപ്ലോയി നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ട് പോകുന്നു. നോട്ടീസ് പീരീഡ് ഇല്ലാതെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നു. മൂന്നാമത് ഇനി ഞാൻ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ട് പോകാൻ തയ്യാറാണെന്ന് എംപ്ലോയി പറഞ്ഞാലും ചിലപ്പോൾ മാനേജ്മെൻറ്റ് പറയും നിൽക്കണ്ട, പെട്ടെന്ന് പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പീരീഡ് 2 മാസത്തെ സാലറി മാനേജ്മെൻറ്റ് എംപ്ലോയിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നോട്ടീസ് പീരീഡ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോർമൽ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നോട്ടീസ് പീരീഡ് അത് സെർവ് ചെയ്തിട്ട് വേണം പുറത്ത് പോകാനായിട്ട്. കാരണം ഇട്ടിരിക്കുന്ന ജോലി പ്രോപ്പറായിട്ട് പൂർത്തിയാക്കിയിട്ട് പുറത്ത് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടൈം ലൈൻ വളരെ വലിയൊരു ഫാക്ടറാണ്. നോട്ടീസ് പീരീഡ് എന്നുള്ളൊരു വാക്കും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് പുതിയ സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും അവിടെ കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററിലും ഈ നോട്ടീസ് പീരീഡ് എന്നുള്ള ക്ലോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഈ അടുത്തൊരു പോയിന്റ്. നമ്മൾ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ വെറുതെ നമ്മുടെ കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെൻറ്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറോടോ പോയി വെർബലായിട്ട് ഒരിക്കലും പറയരുത്. നമ്മൾ എഴുതുമ്പോൾ അത് എഴുതി തന്നെ റെസിഗ്നേഷൻ എഴുതി തന്നെ റിട്ടൺ ആയിട്ട് വേണം നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്. ആ റിട്ടൺ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ അതിൽ കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുന്നത്. എന്നാൽ പോലും ആ എഴുത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. പുറത്തു പോകുന്നതിന് ഇന്ന കാരണമുണ്ട്, ഇവിടെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരു നന്ദിയൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പോസിറ്റീവായിട്ട് വേണം ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതേണ്ടത്. അപ്പം ആ റിട്ടേണായിട്ട് വേണം കൊടുക്കാനുള്ളത്. ആ റിട്ടേണായിട്ട് കൊടുക്കുന്ന റെസിഗ്നേഷൻ ലെറ്ററിൽ കൂടുതലും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിയിൽ കയറിയ സമയത്ത് ചിലപ്പോൾ പല എഗ്രിമെൻറ്റുകളും ഒപ്പിട്ട് കാണും. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റുകളോ എംപ്ലോയ്മെൻറ്റ് ബോണ്ടുകളോ ഒക്കെ നമ്മൾ ഒപ്പിട്ട് കണ്ടേക്കാം. അപ്പോൾ ഇത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ആ എഗ്രിമെൻറ്റുകൾ വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ചിലപ്പോൾ ആ എഗ്രിമെൻറ്റിൽ 3 വർഷം സെർവ് ചെയ്തോളാം ചിലപ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത് കാണും. ചിലപ്പോൾ നമ്മൾ റെസിഗ്നേഷൻ ഇടാൻ തീരുമാനിക്കുമ്പോൾ 2 വർഷം ആയിക്കാണുള്ളൂ. അങ്ങനെ ചിലപ്പോൾ അത് ഓർക്കാതെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു പോകാനായിട്ട് മാനേജ്മെൻറ്റ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ 1 വർഷത്തെ ആ ഒരു പെനാൽറ്റി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ എംപ്ലോയി എഗ്രിമെൻറ്റുകൾ എന്തെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള റെസിഗ്നേഷൻ പേപ്പേഴ്സ് നമ്മൾ പുട്ടപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ലീഗൽ എഗ്രിമെൻറ്റുകളെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ചിലപ്പോൾ ചില ലീഗൽ എഗ്രിമെൻറ്റുകൾ പറയാറുണ്ട്, നിങ്ങൾ ഈ സ്ഥാപനത്തിലെ ജോലി മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കോമ്പറ്റേറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ക്ലയൻസുമായിട്ടോ അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ചിലപ്പോൾ എഴുതി ഒപ്പിട്ട് കാണും. നമ്മളത് ഓർക്കാതെ ചിലപ്പോൾ ഈ കോമ്പറ്റേറ്ററുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും പുറത്ത് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നമുക്കെതിരെ ചിലപ്പോൾ റിലീവിംഗ് ഓർഡർ തന്നിരിക്കില്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നിരിക്കില്ല, പുറത്ത് പോകുന്ന എക്സിറ്റ് പ്രോസസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് മാനേജ്മെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മളായിട്ടത് വയലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ലീഗൽ എഗ്രിമെൻറ്റുകൾ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റുകളുടെ വാലിഡിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ റെസിഗ്നേഷൻ ഇടാൻ പോവുകയാണ്, പുറത്തു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ആ പ്രോസസ്സിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ചിന്തിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എന്നുള്ളത്. ഇപ്പോൾ നോട്ടീസ് പീരീഡ് ഇട്ട് കഴിഞ്ഞാൽ സാലറി കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി നമ്മൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യുകയാണെങ്കിൽ ആ മാസങ്ങളിലും കിട്ടും. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പോകാനായിട്ട് തീരുമാനിക്കുന്നു, നമ്മൾ ഇട്ടിട്ട് പോകുന്നു, ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയാണ് എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ നമ്മൾ 2 മാസത്തെ 3 മാസം നോട്ടീസ് പീരീഡിൻ്റെ കാശ് ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ഇനി ഒറ്റ കാര്യത്തിൽ മാത്രം, അതായത് നമ്മൾ റെസിഗ്നേഷൻ ഇട്ട് മാനേജ്മെൻറ്റ് പറയുകയാണ് നിങ്ങൾ പൊക്കോളൂ, നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ നോട്ടീസ് പീരീഡിലെ 2 മാസത്തെ സാലറി മാനേജ്മെൻറ്റ് ഇങ്ങോട്ട് തരും നമ്മൾ റിലീവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ പറ്റിയും ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സാലറി അല്ലാതെ ചില സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റുകളും പല സ്ഥാപനങ്ങളും എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. അതൊന്നും പലരും ചിന്തിക്കാറില്ല. റിസൈൻ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിക്കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ എംപ്ലോയി പ്രോവിഡൻറ്റ് ഫണ്ടിൽ നമുക്കുണ്ടായേക്കാം, അല്ലെങ്കിൽ ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് നമുക്കുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കുള്ള PF അക്കൗണ്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നമുക്ക് അതുവരെ ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന PF എമൗണ്ട് മൊത്തമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ
അതിനൊരു ട്രാൻസ്ഫർ ഫോമുണ്ട്. എംപ്ലോയിയുടെ പ്രോവിഡൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോം നിലവിലുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ച് അത് പുതിയ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നതും ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പം അതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാനായിട്ട്. ഇനി 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ അത് ആ എംപ്ലോയി ഒരു ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിൾ ആണ്. അപ്പോൾ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പ് വരുത്തണം. അങ്ങനെ PF ആയിക്കോട്ടെ, ESI ആയിക്കോട്ടെ, ഗ്രാറ്റുവിറ്റി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പോണൻറ്റുകൾ ഫുൾഫില്ല് ചെയ്ത് അതിൽ പെൻഡിങ്ങൊന്നുമില്ല, കൺഫ്യൂഷനൊന്നുമില്ല. ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു, ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ റിസൈൻ ചെയ്ത് എക്സിറ്റ് ചെയ്യേണ്ടത്. എഗ്രിമെൻ്റ് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഉത്തരവാദിത്തം നമ്മളെ റീപ്ലേസ് ചെയ്യുന്ന ആളെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുക എന്നുള്ളത്. ഇതിനെ നമ്മൾ നോളജ് ട്രാൻസ്ഫർ എന്നൊക്കെ വിളിക്കും, KT എന്നുള്ള ഷോർട്ട് ഫോമിലൊക്കെ വിളിക്കാറുണ്ട്. അതായത് പെട്ടെന്ന് നമ്മളൊരു ജോലി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റിനെയോ ആ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പോക്കിനെയോ തന്നെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് ചിലരുണ്ട് അവർ ചെയ്ത ജോലി മറ്റാർക്കും പറഞ്ഞു കൊടുക്കില്ല, സ്വന്തമായിട്ട് ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അതിലൊരു കാര്യവുമില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ ആയിക്കോട്ടെ, ഫയൽസ് ആയിക്കോട്ടെ, മറ്റ് കോൺടാക്ട് നമ്പേഴ്സ് ആയിക്കോട്ടെ, ലിസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ആരാണോ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വരുന്നത് അവർക്ക് വ്യക്തമായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് അവർക്ക് വേണ്ട ഒരു ഓറിയൻറ്റേഷനും കൂടെ നടത്തി അത് കിട്ടിയെന്നുള്ളത് മറ്റേ കൊണ്ട് ബോധിപ്പിച്ചിട്ട് വേണം നമ്മൾ പുറത്തു പോകേണ്ടത്. അത് നോളജ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇതും വലിയൊരു ഫാക്ടറാണ് നമ്മൾ റിസൈൻ ചെയ്ത് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നോളജ് ട്രാൻസ്ഫർ പോലെ തന്നെ വേറൊരു കാര്യമാണ് ഏറ്റവും അവസാനം നല്ല സ്ഥാപനങ്ങളൊക്കെ പുറത്തു പോകുന്ന എംപ്ലോയീസുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പറയുന്ന പേരാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഈ എക്സിറ്റ് ഇൻ്റർവ്യൂ കൂടുതൽ നടത്തുന്നത് HR ഹെഡുമാരോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ HR മാനേജർമാരോ HR സീനിയർ എക്സിക്യൂട്ടീവുമാരോ ഒക്കെ ആയിരിക്കും. അറിയേണ്ടത് ഇത് എക്സിറ്റ് ഇൻ്റർവ്യൂ എന്തിനാണ് നടത്തുന്നത്, പുറത്തു പോകുന്ന ഒരാളോട് എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്ത അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസും ഫീലിങ്സും എന്തൊക്കെയാണെന്നുള്ളത് അറിയുക. സ്ഥാപനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജഷൻസ് കിട്ടുക. ഇനി പുറത്തു പോകുമ്പോഴത്തേക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഇമേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് സെറ്റിൽ ചെയ്തിട്ട് പോവുക. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ എക്സിറ്റ് ഇൻ്റർവ്യൂ ഒരു എംപ്ലോയിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പം ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന എക്സിറ്റ് ഇൻ്റർവ്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. കാരണം ഇതിൽ നെഗറ്റീവായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ലോകം വളരെ ചെറുതാണ്. നമുക്ക് നാളെ ചിലപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സപ്പോർട്ട് തന്നെ പുതിയ സ്ഥാപനത്തിൽ പോയാലും വേണ്ടി വരും. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എക്സിറ്റ് ഇൻ്റർവ്യൂവിലാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ റിസൈൻ ചെയ്ത് പോകുന്നത് നമ്മുടെ തൊട്ട് മുകളിലുള്ള മാനേജറുമായിട്ടുള്ള ഇഷ്യൂ കാരണമായിരിക്കാം. അപ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ HR ചോദിക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട്, ആദ്യമൊന്നും പറയില്ലെങ്കിലും പിന്നെ പറയും, ഞാൻ പോകുന്നത് സ്ഥാപനം കാരണമല്ല, എൻ്റെ മുകളിലിരിക്കുന്ന അദ്ദേഹം കാരണമാണ്, പിന്നെ ഒരു രക്ഷയുമില്ല, ഇതേപോലൊരു മനുഷ്യൻ ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ഈ സ്ഥാപനം തകർന്നു പോകും, ഇത് അധികകാലം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആദ്യം അങ്ങേരുടെ സ്വഭാവം മാറ്റണം, വളരെ വൃത്തികെട്ട മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുറന്നുള്ള വാക്കുകളൊക്കെ പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ഡോക്യുമെൻറ്റഡ് ആവുകയും ചെയ്യും. പക്ഷേ നമുക്ക് വേറെ രീതിയിൽ ഇത് പറയാം, ഈ സ്ഥാപനത്തിൽ എനിക്ക് ഈ മനുഷ്യനുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക്, ബോസുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എക്സ്പീരിയൻസുകൾ കിട്ടി. ആ എക്സ്പീരിയൻസിൽ പോസിറ്റീവ് എക്സ്പീരിയൻസുകളും ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ ചലഞ്ചിങ് നെഗറ്റീവ് എക്സ്പീരിയൻസുകളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ചലഞ്ചിങ് എക്സ്പീരിയൻസുകൾ എനിക്ക് പുതിയ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് ഡിപ്ലോമാറ്റിക്കായിട്ട് സോഫ്റ്റായിട്ട് പറഞ്ഞ് വേണമെങ്കിലും പോകാം. അപ്പോൾ കഴിയുന്നത് നെഗറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എവറി എക്സിറ്റ് ഈസ് ആക്ച്വലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റീ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത്. അതായത് പലപ്പോഴും ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ അതേ സ്ഥാപനത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളീ പറയുന്ന ആൾക്കാരുമായിട്ട് വീണ്ടും ജോലി ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളൊരു പ്രോസസ്സിൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കമൻസ് പറയാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മൾ ഈ എക്സിറ്റ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ സ്ഥാപനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ ഒക്കെ നേരത്തെ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖകൾ വളരെ അത്യാവശ്യമാണ്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്ന്, നിങ്ങൾ ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് സൈൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടിയെന്നുള്ള ഉറപ്പുവരുത്തണം. അത് അതിനകത്ത് ജോയിനിങ് ഡേറ്റ് മുതൽ അവസാനത്തെ ഡേ വരെയുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്തായിരുന്നു, നിങ്ങൾ ജോലി ചെയ്തത് എന്തായിരുന്നു, ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, അതിനെപ്പറ്റി പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റും പറ്റുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ലെറ്ററിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിലീവിങ് ഓർഡർ, അതായത് എൻ്റെ ജോലിയെല്ലാം
പൂർത്തിയാക്കി അതിൻ്റെ ഉത്തരവാദിത്തം ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചു, അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എംപ്ലോയർ തരുന്ന ഒരു ലെറ്ററുണ്ട്. അതിനെയാണ് നമ്മൾ റിലീവിങ് ലെറ്റർ അഥവാ റിലീവിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇതും കളക്ട് ചെയ്യണം. ഇതിനോടൊപ്പം പുതിയ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര സാലറി കിട്ടിയെന്നുള്ളത് അറിയാനായിട്ട് മിനിമം 3 മാസത്തെയെങ്കിലും സാലറി സ്ലിപ്പ് ചോദിക്കാറുണ്ട്. അപ്പം 3 മാസത്തെയെങ്കിലും അല്ലെങ്കിൽ 6 മാസത്തെ സാലറി സ്ലിപ്പും നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ മിനിമം ഒരു എക്സ്പീരിയൻസ് ലെറ്ററും റിലീവിങ് ലെറ്ററും സാലറി സ്ലിപ്പും എങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്ത് ഇറങ്ങേണ്ടത്. ഇനി നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട്. ഇറങ്ങുമ്പോൾ എല്ലാവരുമായിട്ടും ചെറിയ പിണക്കമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുമായിട്ട് ആ പിണക്കം അവസാനിപ്പിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ച് ഇതിനൊരു കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാനായിട്ട്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയിട്ട് നമുക്ക് തിരിച്ച് വരേണ്ടി വരും. അതുകൊണ്ട് ഈ പല ഓർഗനൈസേഷൻസും ഇപ്പോൾ എംപ്ലോയി അലംനൈ നെറ്റ്വർക്ക് വരെയുണ്ട്. അതായത് റിസൈൻ ചെയ്ത് പോയവരുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തുചേരലുകളുണ്ട്. ഇങ്ങനെ ഒത്തുചേരലുകൾ വരുമ്പോഴത്തേക്ക് കുറേ വെളിയിൽ പോയി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഈ സ്ഥാപനം തന്നെ ചിലപ്പോൾ നാളെ നമ്മൾ തിരിച്ചു വിളിച്ചെന്നിരിക്കാം. അതുകൊണ്ട് റിലേഷൻഷിപ്പ്, മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് എന്ന് ഞാൻ പറയും. ഒരാൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ രാജിവെക്കുന്നതിനുള്ള കാരണങ്ങളുടെ അടുത്ത സർവേ തന്നെ പറഞ്ഞു, പലപ്പോഴും സ്ഥാപനം കാരണമല്ല ആൾക്കാർ രാജിവെക്കാറുള്ളത്. മറ്റ് ഓപ്പർച്യൂണിറ്റീസ് പോകുന്നത് ഞാൻ കാര്യം പറഞ്ഞു. അതല്ലാതെ തന്നെ ഇവിടുത്തെ ഒരു സ്ഥാപനത്തിലെ കുഴപ്പം നോക്കുമ്പോഴത്തേക്ക് പലപ്പോഴും സ്ഥാപനം കാരണമല്ല, തൊട്ട് മുകളിലുള്ള ഇമ്മീഡിയറ്റ് ബോസ് കാരണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ രാജിവെച്ച് പുറത്തു പോകുന്നതെന്ന് കാണിക്കുന്നു. അപ്പോൾ അതിൽ ഇമ്മീഡിയറ്റ് ബോസുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് എക്സിറ്റ് ഇൻ്റർവ്യൂവിലായിക്കോട്ടെ പുറത്ത് പോയിട്ടായിക്കോട്ടെ അത് നമ്മൾ ഷോ ഓഫ് കാണിക്കരുത്, പുറത്ത് പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്യരുത്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം പോസിറ്റീവായിട്ട് നിലനിർത്തുക തന്നെ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നോടൊരു വ്യക്തി പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി ഒരു വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജറുടെ കൂടെയായിരുന്നു. അദ്ദേഹം വലിയ മാർക്കൊക്കെ കിട്ടി ആ ജോലിക്ക് പോയെങ്കിലും ആ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള മാനേജർ അദ്ദേഹത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ജോലിയേക്കാളും വളരെ താഴ്ന്ന ജോലികൾ ചെയ്യിപ്പിക്കുകയും പേഴ്സണലായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് മെൻ്റലി വളരെയധികം ഡെസ്പായി. അങ്ങനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ റിസൈൻ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം എന്നോട് പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യം, പുതിയൊരു സ്ഥാപനത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് പഴയ ബോസുമായിട്ട് ജോലി ചെയ്തപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ്. അതായത് പഴയ ബോസ് മോശമാണെന്ന് പറഞ്ഞില്ല, ആ പഴയ ബോസ് എന്നെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞില്ല, പക്ഷേ ആ എക്സ്പീരിയൻസ് കാരണം എനിക്ക് പുതിയ സ്ഥാനത്ത് പോയപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ള വാക്ക് അതൊരു പോസിറ്റിവിറ്റി കൺവേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ടിന്യൂറ്റിയും പോസിറ്റിവിറ്റിയും എൻഷുർ ചെയ്തിട്ട് വേണം നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നു. എക്സിറ്റ് ഈസ് ആക്ച്വലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് എ റീ എൻട്രി. അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇനി ഒരു ജോലി ഓഫർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ചില ലേബർ ലോകളും പറഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട ലേബർ ലോകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു എപ്പിസോഡിൽ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഗുഡ് ബൈ.